അസ്സലാമു അലൈക്കും. 2025 ഈ വർഷത്തെ റമദാൻ മാസത്തിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായ വലിയ ചർച്ചകളൊക്കെ നടക്കുകയാണ്. ചർച്ചകൾ മറ്റൊന്നിനെക്കുറിച്ചൊന്നുമല്ല, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തെപ്പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, റമദാനിൽ സാധാരണ ഈ മാസപ്പിറവി അങ്ങനെ പെട്ടെന്ന് കാണുന്ന ഒന്നല്ല. ചില ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ മാസപ്പിറവി കാണുകയുള്ളൂ. വളരെ നേർത്തതായതുകൊണ്ട് തന്നെ, ചെറിയ ഒരു ചന്ദ്രക്കലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ 1-2 സ്ഥലങ്ങളിൽ മാത്രമാണ് അത്തരത്തിൽ ചന്ദ്രക്കലയൊക്കെ കാണാറുള്ളൂ. അതിൻ്റെ ഭാഗമായി ഖാദിമാർ അത് സ്ഥിരീകരിക്കുകയും പിന്നീട് റമദാൻ 1 കേരളത്തിലെ സത്യവിശ്വാസികൾ നോമ്പ് ആരംഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്രാവശ്യം ഹിലാൽ, അതായത് ചന്ദ്രക്കല പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കണ്ടത്. കുറച്ച് വലിപ്പമുള്ളതുപോലെ. സാധാരണ നേർത്തതായിട്ടാണ് കാണുന്നത് എങ്കിൽ ഇപ്രാവശ്യം കണ്ടത് നല്ല വലിപ്പമുള്ളതായിട്ടാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും ആ ചന്ദ്രപ്പിറവി അവരുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. മനോഹരമായ കാഴ്ച. കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ചന്ദ്രപ്പിറവി വളരെയധികം വ്യക്തമായിട്ട് കൃത്യതയോടുകൂടി കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ വിഷയം അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ചന്ദ്രക്കല പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിപ്പത്തിൽ കാണാൻ സാധിച്ചു, ഞങ്ങളുടെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖാദിമാരെയും പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും ഒക്കെ വിമർശിക്കുന്ന ഒരു പ്രവണത സമൂഹ മാധ്യമങ്ങളിലടക്കം എവിടെയും കാണുവാൻ സാധിക്കുകയാണ്. നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടത്, ഈ ചന്ദ്രക്കലയുടെ വലിപ്പമനുസരിച്ച് ഇത് 2ാമത്തെ നോമ്പാണ്, ഞങ്ങളൊരു നോമ്പ് നഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനങ്ങളുമായി കുറേ ആളുകൾ കേരളത്തിലെ പണ്ഡിതന്മാർക്കെതിരെ രംഗത്ത് വരുന്നുണ്ട്. വിമർശനങ്ങളൊക്കെ ഉന്നയിക്കേണ്ട ആളുകളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചത് എന്താണോ അത് തന്നെയാണ് പണ്ഡിതന്മാർ ചെയ്തു പോകുന്നത്. നോക്കൂ, നിങ്ങളുടെ മറ്റുള്ള മാസങ്ങളിലൊക്കെ നിങ്ങൾ ഇത്തരത്തിൽ സംഘടനാ ചേരിയൊക്കെ തിരിഞ്ഞുകൊണ്ട് പരസ്പരം ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും ഖാദിമാരെയും ഒക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ട്, കളിയാക്കാറുണ്ട്, ചീത്ത വിളിക്കാറൊക്കെയുണ്ട്. ഈ ഒരു റമദാൻ മാസത്തിലെങ്കിലും നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിക്കൂടെ? റമദാൻ മാസമാണെന്ന് പോലും നോക്കാതെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഉസ്താദുമാരെയും പണ്ഡിതന്മാരെയും തെറിവിളിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അത്തരം ആളുകൾ എന്തിനാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. നോക്കി, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്ന് നാട്ടിൽ നിന്ന് പല ചന്ദ്രപ്പിറവി ദൃശ്യങ്ങളും നാട്ടുകാർക്ക് ഒരു നോമ്പ് പോയി എന്നുള്ളത് വ്യക്തമാക്കുന്നു. നഗ്നനേത്രങ്ങൾ കൊണ്ട് നാടിൻ്റെ പല ദിക്കുകളിലും ഇന്ന് ഇത്രമാത്രം വ്യക്തമായി കണ്ടുവെങ്കിൽ ഇന്നത്തെ നോമ്പ് നാട്ടുകാർക്ക് സ്വാഹ. 1000-ലധികം ഖാദിമാരുള്ള മഹല്ലുകളുള്ള നമ്മുടെ നാട്ടിൽ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒന്നിനെ പോലും കാണാനില്ല. എല്ലാവരും പരസ്പരം പോരടിച്ച് ഞാനാണ് വലിയ ഖാദി, ഞാനാണ് വലിയവനെന്ന് പറയാൻ തിരക്ക് കൂട്ടുകയാണ്. നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദി. ഇതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ മത അധ്യക്ഷന്മാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും തീർച്ച. ഇനി മറ്റൊരാൾ കുറിച്ച പോസ്റ്റ്: ചന്ദ്രക്കലയിലെ ചക്കളത്തിപ്പോര്. കേരളത്തിൽ ഇന്ന് ദൃശ്യമായ ചന്ദ്രക്കല വലിപ്പം നോക്കിയാൽ 2ാം ദിവസത്തെയാണ്. നിങ്ങളുടെ ഒരു നോമ്പ് പോയതിന് ഉത്തരവാദി ഏത് ഖാദിയാണ്? മറ്റൊരാൾ കുറിച്ച പോസ്റ്റ്: ഇന്ന് നാട്ടിൽ കണ്ട മാസം. ഇത് കണ്ടാൽ തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും അതാണ് നമുക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു എന്ന സങ്കടം വീഡിയോയിൽ പറയുന്നത്. ചിലരുടെ പിടിവാശി മൂലം ഒരു നോമ്പ് നഷ്ടമാക്കി. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ഒരു വാന നിരീക്ഷണ കേന്ദ്രം അത്യാവശ്യമാണ്. മറ്റൊരാൾ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയാണ്: മൂപ്പര് ഇന്നലെയോ മെനിഞ്ഞാന്നോ വന്നിട്ടുണ്ട്, എന്തായാലും ഒരു നോമ്പ് പിറകിലാണ് നമ്മൾ. മറ്റൊരു വ്യക്തി: നാടൊട്ടുക്ക് മാസപ്പിറവി. റമദാൻ 1 സമുദായത്തിന് നഷ്ടപ്പെടുത്തിയ പണ്ഡിതർക്ക് അള്ളാഹു മതിയായ ശിക്ഷ നൽകട്ടെ. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാരെയും ഖാദിമാരെയും അവഹേളിച്ചുകൊണ്ട് ചില ആളുകൾ രംഗത്തു വരുന്നത്. നോക്കൂ, അള്ളാഹു ഒരു മനുഷ്യനിൽ നോമ്പ് നിർബന്ധമാക്കിയത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെറുതെ പട്ടിണി കിടക്കാൻ വേണ്ടി മാത്രമല്ല. പകരം അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നന്മയിലേക്ക് പാകപ്പെടുത്തിയെടുക്കേണ്ട ആ ഒരു മാസങ്ങളിൽ പോലുമാണ് ഇത്തരത്തിൽ ചില ആളുകൾ മോശ പരാമർശങ്ങളുമായി രംഗത്ത് വരുന്നത്. നോക്കൂ, ഈ വിഷയത്തിൽ കാര്യം സിമ്പിളാണ്. അതായത് മാസപ്പിറവി കണ്ടുകഴിഞ്ഞാൽ, മാസപ്പിറവി കാരണം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ നോമ്പ് ആരംഭിക്കണമെന്നാണ് പ്രവാചകർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നോക്കൂ, ചന്ദ്രക്കലയുടെ വലിപ്പ ചെറുപ്പമല്ല പരിഗണിക്കേണ്ടത്. എന്തെങ്കിലും കാരണത്താൽ ദർശനം സാധ്യമാകാതെ വരുമ്പോൾ പിറ്റേ ദിവസം ചന്ദ്രൻ വലുതായി കാണുക എന്നത് സ്വാഭാവികമായ കാര്യമാണ്. ആ വലിപ്പം നോക്കി ഇന്ന് 2 3 എന്ന് പറയുന്ന രീതി ഒരിക്കലും ശരിയല്ല. എന്നാണോ നാം ദർശിക്കുന്നത് അന്നാണ് നമുക്ക് 1-ാം തീയതി.
അതുതന്നെയാണ് പ്രവാചകർ മുത്തുനബി തങ്ങൾ നമ്മോട് പഠിപ്പിച്ചതും. ചന്ദ്രന്റെ വലിപ്പമനുസരിച്ചല്ല മാസപ്പിറവി ദിനം കണക്കാക്കുന്നത്. നമ്മുടെ രീതി അനുസരിച്ച് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയോ അതുമല്ലെങ്കിൽ നിലവിലെ മാസം അത് 30 പൂർത്തിയാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ വലിപ്പം കണ്ടിട്ട് നമുക്കൊരു നോമ്പ് പോയല്ലോ എന്നൊക്കെ പറയുന്നത് തികച്ചും തെറ്റായ കാര്യമാണ്. നോക്കൂ, മാസപ്പിറവിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപകാലത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സമാനമായ സാഹചര്യങ്ങളിൽ സ്വഹാബത്ത് എന്താണോ അവലംബിച്ചത് അത് മനസ്സിലാക്കുകയും അതിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ നിലപാട്. അബൂ ബക്തരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടു. നഖലയുടെ താഴ്വരയിൽ ക്യാമ്പ് ചെയ്തപ്പോൾ ഞങ്ങൾ ഹിലാൽ, അതായത് ചന്ദ്രക്കല കാണാൻ ശ്രമിച്ചു. ആളുകളിൽ ചിലർ പറഞ്ഞു ഇത് 3-ന്റേതാണ്, മറ്റു ചിലർ പറഞ്ഞു ഇത് 2 രാത്രിയുടേതാണ്. തുടർന്ന് ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഹിലാൽ കണ്ടിരുന്നു. എന്നാൽ ആളുകളിൽ ചിലർ അതിന് 3 രാത്രിയും മറ്റു ചിലർ 2 രാത്രിയുമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏത് രാത്രിയാണ് നിങ്ങൾ അത് കണ്ടത്? ഞങ്ങൾ പറഞ്ഞു ഇന്ന രാത്രികളിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു കാഴ്ചയ്ക്കു വേണ്ടി അതിനെ നീട്ടിയതാണ്, നിങ്ങൾ കണ്ട രാത്രിയുടേതാണത്. സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണിത്. അഥവാ കാണുന്ന വേളയിലെ ചന്ദ്രന്റെ വലിപ്പ വ്യത്യാസമല്ല, പകരം കാഴ്ചയുടെ ആരംഭമാണ് പരിഗണിക്കേണ്ടത് എന്നർത്ഥം. നോക്കി, ചന്ദ്രക്കലയുടെ വലിപ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഹിലാൽ, അതായത് ചന്ദ്രപ്പിറവി വലുതായി കണ്ടു കഴിഞ്ഞാൽ അത് ലോകാവസാനത്തിന്റെ അടയാളമെന്നുകൂടി അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിക്കാം. ഇതിനെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് നോക്കൂ, മിൻ ഇഖ്തിറാബിസ് സാഅത്തി അൻ യുറൽ ഹിലാലു ഇബ്നു ലൈലത്തിൻ കഅന്നഹു ഇബ്നു ലൈലത്തൈനി. ഹിലാൽ എന്ന് പറഞ്ഞാൽ ചന്ദ്രപ്പിറവിയാണ്. ആ പിറവിയെ കാണുക, 1-ാമത്തെ ദിവസം കാണുക, 2-ാമത്തെ ദിവസം ഉള്ളതുപോലെ അതേ വലുപ്പത്തിൽ. അതിനെ വിശദീകരിച്ചുകൊണ്ട് വഫീ ലഫ്ലിൻ, മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, യറാഹുർ റജുലു ലി ലൈലത്തിൻ യഹ്സിബുഹു ലി ലൈലത്തൈനി. ആദ്യത്തെ രാത്രിയാണ് അവൻ കാണുന്നത്, പക്ഷെ അവൻ വിചാരിക്കുന്നത് ഇത് 2-ാമത്തെ ദിവസമാണല്ലോ എന്ന് വിചാരിക്കും. ഇത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, മിൻ ഇഖ്തിറാബി സാഅത്തി ഇന്തിഫാഖുൽ അഹില്ല. അഹില്ലത്ത്, ചന്ദ്രപ്പിറവി വലുതായി കാണുക, ഇത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. ഇനി മറ്റൊരു ഹദീസിൽ നോക്കൂ, മിൻ ഇഖ്തിറാബി സാഅ ഇന്തിഫാഖുൽ അഹില്ല വ അൻ യുറൽ ഹിലാലു ലി ലൈലത്തിൻ ഫയുഖാലു ഹുവ ഇബ്നു ലി ലൈലത്തൈൻ. കാണുന്നവർ പറയും ഇത് 2-ാമത്തെ ദിവസമാണല്ലോ എന്ന് പറയും. നോക്കി നിങ്ങൾ എത്ര കറക്റ്റായിട്ടാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങൾ പറഞ്ഞത്. അഖ്റജഹു തൊബറാനി ഫിൽ മുഅ്ജമുൽ സഗീർ. ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുഅ്ജമുസ് സഗീറിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന ലഫ്ലിലും വ്യത്യാസമുണ്ട്. അതായത് ഒരുപാട് റിവായത്തുകളിലൂടെ ഹദീസ് വന്നിട്ടുണ്ട് അർത്ഥം. ഇമാം തൊബറാനി തന്നെ അദ്ദേഹത്തിൻ്റെ ഔസത്തിൽ പറയുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ്, മിൻ അഷ്റാത്തി സാഅത്തി, ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഇന്തിഫാഖുൽ അഹില്ല, ചന്ദ്രപ്പിറവി വലുതായി കാണുക. നോക്കൂ, 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു സംഭവം നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണുമ്പോൾ അതിൽ ചിന്തിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പരസ്പരം സംഘടനകളിൽ ചേരിതിരിഞ്ഞുകൊണ്ട് പരസ്പരം കളിയാക്കുകയും ചീത്ത വിളിക്കുകയും വിമർശിക്കുകയുമല്ല ചെയ്യേണ്ടത്. അതും പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.